ഇന്നത്തെ സൂപ്പർ എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. തംബ്നെയിൽ കണ്ട് കാര്യമൊക്കെ മനസ്സിലാക്കിയിട്ടിരിക്കുകയാണ്, എനിക്കറിയാം. അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ്, ചാർക്കോൾ പരീക്ഷണം. സെയിം യൂസാണ്, ഞാൻ മുമ്പ് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാനിപ്പോൾ മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും ഇട്ടിട്ടില്ല. ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. അത് ഇട്ടിരിക്കുന്നത് ആറ്റിറ്റ്യൂഡിൻ്റെയാണ് കേട്ടോ. ഇൻറ്റൻസ് ക്രീമി ലിപ്സ്റ്റിക് ആണ്, റെഡ് വെൽവെറ്റിൻ്റെ ആണ് കേട്ടോ. റെഡിഷ് കളറാണ്. ഇതാ ചാർക്കോള് എടുത്തിരിക്കുന്നത് VLCCയുടെ ആണ്. നല്ല ഒരു ബ്രാൻഡാണ് കേട്ടോ. ഞാൻ കുറച്ച് സെർച്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ബ്രാൻഡ് ചൂസ് ചെയ്തത്. നാച്ചുറൽ ആണെന്നാണ് അവർ പറയുന്നത്. അൾട്ടിമോ ബ്ലെൻഡ്സ് വൈറ്റനിങ് ആൻഡ് ഡീടോക്സിഫൈങ് ചാർക്കോൾ ഫേസ് മാസ്ക് എന്നാണ് ഫേസ് പാക്ക് എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. പിന്നെ എന്താണ്, ഓൾ സ്കിൻ ടൈപ്പാണ് കേട്ടോ. ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും യൂസ് ചെയ്യാം. അതുപോലെ ഓയിലി സ്കിൻ ആയാലും ഡ്രൈ സ്കിൻ ആയാലും രണ്ടും മിക്സപ്പ് ആയിട്ടുള്ള സ്കിന്നിനായാലും ഏത് സ്കിന്നിനായാലും യൂസ് ചെയ്യാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കുറേ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ഇതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട്. 100% പ്യുവർ ആക്ടിവേറ്റഡ് ചാർക്കോൾ ആണെന്ന് പറയുന്നുണ്ട്. മൊറോക്കൻ ഗാസോൾ ക്ലേ അടങ്ങിയിട്ടുണ്ട്. നീം ഓയിൽ, ടീ ട്രീ ഓയിൽ, സാൻഡ്വുഡ് ഓയിൽ, യൂക്കാലിപ്റ്റസ് ഓയിൽ, ഓറഞ്ച് ഓയിൽ, ക്യാരറ്റ് സീഡ് എന്നിവയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. മേടിച്ചിരിക്കുന്നത് ഷോപ്പിനാണ് മേടിച്ചിരിക്കുന്നത്. ഷോപ്പിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തിരിക്കാം കേട്ടോ. നന്നായിട്ട് ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് വന്ന് ഞാൻ ആ പാക്കറ്റിൽ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു തിൻ ലെയറായിട്ട് ഇട്ടാൽ മതി എന്നാണ്. അതിൽ ഞാൻ മണത്ത് നോക്കിയാൽ അത്യാവശ്യം ഒരു നല്ല മണമുണ്ട്. ഭയങ്കര മണമൊന്നുമല്ല, നല്ല ചെറിയൊരു ഇത് ഇത്തിരി ഒരു കട്ടി പേസ്റ്റ് ടൈപ്പാണ് കേട്ടോ. ഇടുമ്പോൾ ഒരു സ്ക്രബ് ഇടുന്ന പോലത്തെ ഒരു ഫീലും ഉണ്ട്. ചെറിയ തരിതരികൾ അതിലുണ്ട്. എവിടെയൊക്കെയോ ഒരു ഓറഞ്ചിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്. ഇതിപ്പം നമ്മൾ കണ്ണിൻ്റെ താഴെ, അതായത് നമ്മൾ സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നാണ് നമ്മുടെ കണ്ണിൻ്റെ താഴെ വരുന്ന കുറച്ച് ഏരിയയിൽ. അപ്പം അതുകൊണ്ട് അവിടെ വിട്ടിട്ട് താഴോട്ട് മുതൽ തേക്കാനാണ് ഞാൻ പറയുന്നത്. കാരണം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പുറത്ത് മോള് വല്ലാതെ ബഹളം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു, അമ്മയോട് വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സൗണ്ടിൻ്റെ ഇഷ്യൂ വന്നുകൊണ്ടാണ് ഞാനിപ്പം ആ സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നത്. കയ്യിൽ ഒരു ഇച്ചിരി എടുക്കുന്നുള്ളൂ, പക്ഷെ അത് ഇത്തിരി നല്ല കട്ടി പേസ്റ്റ്, ഞാൻ പറഞ്ഞില്ലേ നല്ല കട്ടിയുണ്ട് അതിന്. അതുകൊണ്ട് തന്നെ അത് ഒരുപാട് എടുക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, തിൻ ലെയറായിട്ട് ഇട്ടാൽ മതി. വീഡിയോ മുഴുവനായിട്ട് കാണുക, സ്കിപ്പ് ചെയ്യരുത്. ഏറ്റവും ലാസ്റ്റ് ഞാൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്, ആരും മിസ് ചെയ്യാതെ കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും എൻ്റെ വീഡിയോ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് ഓൺ ആക്കുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ അന്നുകുട്ടി കണ്ടിട്ടില്ല. അന്നുകുട്ടിയുടെ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ചോദിച്ചോ എന്നാലും നമുക്ക് നോക്കി നോക്കാം. അന്നോ ആളെ ജസ്റ്റ് ഒന്ന് പേടിച്ചു കേട്ടോ. പിന്നെ ഞാനൊന്ന് ചിരിച്ചപ്പോഴത്തേനും ആളോക്കെ. മെൻഷൻ ചെയ്തിട്ടുണ്ട് 15 മിനിറ്റ് വച്ചിട്ട് ചെറു ചൂടുവെള്ളത്തിൽ കഴുകി എടുക്കാനായിട്ട്, തുടച്ചെടുക്കാനായിട്ട്. മുട്ടായിക്ക് തിന്നില്ലേ, ഗ്യാസ് മുട്ടായിക്ക് തിന്നുന്ന ഒരു ഫീൽ നമുക്ക് വായിക്കത്തുണ്ടാകുന്നില്ല. ആ ഒരു ഫീലാണ് കേട്ടോ ഫേസിൽ. നീറ്റിലും കാര്യങ്ങളൊന്നുമില്ല. നല്ലൊരു മാസ്ക് തന്നെയാണ്. ഇതിൽ 2 പ്രാവശ്യം യൂസ് ചെയ്യാമെന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് തന്നെ ഫേസിൽ സ്കിന്നിൽ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ഇനി യൂസ് ചെയ്യണോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 350 ആണ് കേട്ടോ.
അപ്പോൾ ഇനി നമുക്കതിൻ്റെ പീൽ ഓഫ് മാസ്ക് ഇല്ലേ, അതും കൂടി ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. അത് നമുക്ക് വരുന്ന വഴി കാണാം. അത് ഞാൻ എന്തായാലും ഉറപ്പായിട്ട് ചെയ്യും. 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെറു ചൂടുവെള്ളത്തിൽ കേട്ടോ, ചെറിയ ചൂടുവെള്ളം, ചൂടധികം ആവാൻ പാടില്ല, ചെറു ചൂടുവെള്ളത്തിൽ ഒരു ടവൽ കൊണ്ട് തുടച്ചെടുക്കുന്നുണ്ട്. നല്ലൊരു വ്യത്യാസം എൻ്റെ ഫേസിന് വന്നിട്ടുണ്ട്, എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഉറപ്പായിട്ടും പരീക്ഷിച്ച് നോക്കാം. ഫസ്റ്റ് ടൈം യൂസിൽ തന്നെ എനിക്ക് നല്ലൊരു റിസൾട്ട് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിൽ എക്സസ് ആയിരിക്കുന്ന ഓയിൽ, നമ്മൾ ഫേസിലെ ഡേർട്ട്, ഇതൊക്കെ ക്ലീൻ ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. കൂടാതെ സ്കിന്നിന് നല്ല ബ്രൈറ്റ് ഗ്ലോയിങ് ലൈവ് റിസൾട്ടാണ് കേട്ടോ. നല്ല, എനിക്ക് വേറെ ഒരു ഇറിറ്റേഷൻ ഒന്നും തോന്നുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ ഗ്യാസ് മുട്ടായതിൻ്റെ ആ ഒരു ഫീലാണ്. അതിപ്പം ഇത് റിമൂവ് ചെയ്തതിനു ശേഷം അതും പോയി. 100% ഷുവറാണ് ഇത് നല്ലൊരു റിസൾട്ട് തരും. കാരണം എനിക്ക് കിട്ടി, അതുകൊണ്ട് ഞാൻ നിങ്ങളിത് പറഞ്ഞത്. ഫേസ് പാക്കായിട്ട് എനിക്ക് തോന്നി. ഇത് ആഴ്ചയിൽ 2 പ്രാവശ്യം യൂസ് ചെയ്യാൻ അവർ പറയുന്നുണ്ട്. അത് ഞാൻ പറയില്ല, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ആഴ്ചയിൽ 1 പ്രാവശ്യം ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ആഴ്ചയിൽ ചെയ്ത് നോക്കാം. അപ്പം ഇതിൻ്റെ ആഫ്റ്റർ ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ളതും കൂടെ ഞാൻ നിങ്ങളെ പറയാം കേട്ടോ. പിറ്റേ ദിവസമായിട്ടും എനിക്ക് എൻ്റെ ഫേസിൽ വേറെ പ്രോബ്ലംസ് ഒന്നും വന്നില്ല. ഞാൻ കംഫർട്ടബിൾ ആയിരുന്നു. അപ്പം ഇനിയും ഇത് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ എന്തെങ്കിലും അലർജിയോ കാര്യങ്ങളോ എന്തെങ്കിലും വരുന്നെങ്കിൽ പിന്നെ ഈ വീഡിയോ ഇടണ്ടെന്നായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, എനിക്ക് ഒരു പ്രശ്നവും ഇല്ല ഫേസിന്. നിങ്ങൾക്ക് യൂസ് ചെയ്യാനാണ് കേട്ടോ. എന്തായാലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക, എന്നിട്ട് കമൻറ്റ് എന്നെ അറിയിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ ഇപ്പം ഞാൻ പറയുന്നു അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും നിങ്ങളെ കൊണ്ട് ഇന്നൊരു ചാനലുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ എന്ന് പറഞ്ഞ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അവർ ദയവേത്, അങ്ങനെ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യരുത്. ആരെങ്കിലും പറഞ്ഞു എന്ന പേരിൽ സബ്സ്ക്രൈബ് ചെയ്യരുത്. കാരണം നിങ്ങൾ വീഡിയോ കാണാതെയാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. 2-3 ഡേയ്സ് എനിക്ക് അതിൻ്റെ കൗണ്ട് കാണിക്കും. അത് കഴിയുമ്പോൾ 4ാമത്തെ ദിവസം ആ കൗണ്ട്, നിങ്ങൾ വീഡിയോ കാണാതെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് യൂട്യൂബിനെ നന്നായിട്ട് അറിയാൻ പറ്റും. അവർ യൂട്യൂബ് ആ സബ്സ്ക്രൈബറിനെ അങ്ങ് സ്പാമാക്കി വിടും. അപ്പോൾ എനിക്ക് കൗണ്ട് കുറയാം. അപ്പം അത് ഭയങ്കര ഒരു വിഷമമാണ്. നമുക്ക് ഈ പുതുതായിട്ട് തുടങ്ങുന്ന നമ്മളെപ്പോലുള്ള ആളുകൾക്ക് അത് ഭയങ്കര വിഷമമാണ്. അപ്പോൾ ദയവേത് നിങ്ങൾക്ക് താല്പര്യമില്ല, ആരെങ്കിലും പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ദയവായിട്ട് വീഡിയോകളൊന്ന് ജസ്റ്റ് കാണുക. അറ്റ്ലീസ്റ്റ് 3 മിനിറ്റ്സ് എങ്കിലും വീഡിയോ കാണുക. അപ്പോഴും പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു വിഷയം കൂടെ വന്നിട്ടുണ്ട്. എനിക്ക് ഇന്ന് തന്നെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ടത് വിഷമമായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും പോകരുത്, വീഡിയോ കാണാനും പോണ്ട, ഒന്നും വേണ്ട. ഓക്കെ, അപ്പോൾ എന്നെ ഇഷ്ടമുള്ള എൻ്റെ വീഡിയോകൾ കാണാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് കാണുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എനിക്ക് കിട്ടുമ്പോൾ അതെനിക്കൊരു പ്രചോദനം കൂടിയാണ്. അതുകൊണ്ടാണ് കമൻറ്റ് ചെയ്യാൻ പറയുന്നത്. എന്തെങ്കിലും മോശമായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതാകുമ്പോൾ അതെനിക്ക് തിരുത്താൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ.